നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ സിമ്മിൽ വെച്ചിട്ട് വേണം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാനായിട്ട്, തക്കാളി ഒന്ന് വെന്തടയാൻ വേണ്ടിയിട്ട്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയെല്ലാം ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അങ്ങനെ 5 മിനിറ്റ് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സോയാബീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സോയാബീൻ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നമുക്കിത് പൊടിച്ചെടുക്കാനും വേണ്ടത് സോയാബീന് വെള്ളത്തോടെ മിക്സി ജാറിലിട്ട് പൊടിക്കുകയാണെങ്കിൽ നമുക്കത് പേസ്റ്റ് രൂപത്തിൽ അരിഞ്ഞ് കിട്ടും. നമുക്കങ്ങനെ പേസ്റ്റ് രൂപത്തിലല്ല വേണ്ടത്, പൊടിച്ചിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ സോയാബീനിലുള്ള വെള്ളം എല്ലാം നന്നായി പിഴിഞ്ഞെടുത്ത ശേഷം മാത്രം മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. നമ്മളിതാ പൊടിച്ചെടുത്ത സോയാബീനെല്ലാം നമ്മുടെ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിതാ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മൾ മിക്സി ജാറിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് ആ അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിതാ ഇവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കിതാ ഈ ഒരു പദത്തിലാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കിതിൽ കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എനിക്ക് ഇത്രയും ആവശ്യം മതിയാവും. അങ്ങനെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് ചെറുതായി ഒന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്ക് സിമ്മിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം, വേവിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോയ കീമ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ചപ്പാത്തിയുടെയും കൂടെ ബൂരിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. നമ്മളിതാ ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഇതൊന്ന് നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. ചെറുതായിട്ടൊന്ന് ഇതിലെ വെള്ളം വറ്റി വന്ന ശേഷം നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോയ കീമ മസാല അവിടെ റെഡി ആയിട്ടുണ്ടാവും. സോയ കീമ മസാല എന്നും സോയ ചങ്ക്സ് ബുർജി എന്നും അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സോയ കീമ മസാല അതവിടെ റെഡി ആയിട്ടുണ്ട്. സോയ ചങ്ക്സ് ബുർജി എന്നും നമുക്കിതിനെ പറയാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടിയും ബൂരിയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാണ് നമ്മുടെ സോയ ചങ്ക്സ് കീമ മസാല. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.